ആ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലൂടെ നമുക്ക് ഒന്നിച്ചു ചേരാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോഴാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് ഇത് ഒരാളുടെ എനർജി അല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ എനർജിയാണ്. ആ ഒരു എനർജിയിൽ ആരൊക്കെ എന്തൊക്കെ ഇന്റൻഷനോട് കൂടി ഇരിക്കുന്നുണ്ടോ ആ ഇന്റൻഷനൊക്കെ പരിപൂർണമായും റെഡി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, വീഡിയോ മോഡിൽ ഇരിക്കുക. ഓക്കെ, ഞാൻ ലിങ്ക് അയച്ചപ്പോൾ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെഡിറ്റേഷന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡിൽ മെഡിറ്റേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫീൽ ചെയ്തിട്ടുണ്ടോ? സോളിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരു കുറച്ച് സമയം നമുക്ക് നമ്മുടെ സോളുമായിട്ടൊന്ന് കണക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മുടെ ജീവിതത്തിൽ? നാം കാണുന്ന ഈ ആർഭാടമാണോ നമ്മുടെ ജീവിതം? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്നതാണോ നമ്മുടെ ജീവിതം? നാം എന്തിലേക്കാണ് കണക്റ്റഡ് ആയി നിൽക്കുന്നത്? നാം നമ്മിൽ തന്നെ കണക്റ്റഡ് ആകാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തീരുന്നൊരു എന്തല്ല ടോപ്പിക് അല്ല സോൾ കണക്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഏത് മതത്തിലായിക്കോട്ടെ, വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അതിലെന്തുണ്ട്, നാം വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തില്, അള്ളാഹുവിൽ, അത് എന്തിലാണോ നാം അതിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോഴാണ് അവിടെ നമ്മൾ സറണ്ടർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പറ്റി ലവലേശം ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിൽ തോന്നേണ്ടതില്ല. അത് ഏതൊരു കാര്യത്തിനും ഈ ഒരു നിമിഷത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഉണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെയും ചെയ്യാൻ, മറ്റു കാര്യങ്ങൾ അറിയാൻ ഒക്കെയും സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. നാം ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളിലും നാം അവിടെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോൾ നാം എവിടെയായിരുന്നു എന്നും കൂടെ നാം അറിയേണ്ടതുണ്ട്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയുന്നതാണ് ഒരു സോൾ കണക്ഷൻ വരിക. ഞാനിപ്പോൾ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എടുക്കുന്ന സമയം അതുമായി മിങ്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലാണ് ഞാൻ ആ സോളുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് തരുമ്പോൾ എൻ്റെ ചുണ്ടുകൾ കൊണ്ട് മാത്രം ഞാൻ പറയുകയും എൻ്റെ ചിന്തകൾ വേറെ എവിടെയും ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ സാധിക്കില്ല. അതേപോലെ നിങ്ങളുടെ മൈൻഡ് ബോഡി ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ആ ഒരു സോളിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിലൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്യൂരിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നാം ചെയ്യുന്ന പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വാസത്തോടു കൂടിയാണോ ചെയ്യുന്നത്? ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പല ചിന്തകളിലാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥിക്കുന്നതിനെ വിശ്വസിക്കുകയും പിന്നെ അതിനെ പറ്റി ആകുലപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലേ. അത് തന്നെ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു നോക്കൂ. നാം ഇഷ്ടപ്പെടുന്ന ഓരോ ബന്ധങ്ങളിലും നമ്മൾ ആ ബന്ധത്തെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ആ ബന്ധങ്ങളെ പറ്റി നമ്മൾ മോശമായോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയോ നാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളിൽ ആ ഒരു സോൾ കണക്ഷൻ വരുന്നുണ്ടോ? നാം ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നാം ഓരോ ജോലി ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമ്മൾ ശമ്പളം കൈപ്പറ്റുമ്പോഴും ആ ജോലിയിൽ നമ്മൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടോ? അതായത് ആ ജോലി ചെയ്യുന്നത് ഇഷ്ടമില്ലാതെയാണോ, അല്ലെങ്കിൽ കുറച്ച് ജോലി കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇന്ന് മടുത്തു എന്നുള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിന്നുള്ളൊരു പിറുപിറുപ്പ് ഉണ്ടാവലുണ്ടോ? അപ്പോൾ അവിടെ ഒരു സോൾ കണക്ഷൻ എത്തുന്നുണ്ടോ? നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ തന്നെ ആ ഫുഡ് ഉണ്ടാക്കുമ്പോഴോ അല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, ലൈഫ് പാർട്ട്ണറുടെ കാര്യങ്ങളാകട്ടെ, മക്കളുടെ കാര്യങ്ങളാകട്ടെ, മാതാപിതാക്കളുടെ കാര്യങ്ങളാകട്ടെ, നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കണക്ഷൻ നമ്മൾ എത്രത്തോളം എത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മളുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് അല്ലെ ഇമോഷൻ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അത് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സോൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്.
ഇല്ല എന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഇതൊക്കെയും ചെയ്തിട്ട് എനിക്ക് എന്നിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന് വേവലാതിപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും ഞാൻ കണക്റ്റഡ് ആണോ, സോൾ കണക്റ്റഡ് ആണോ. ഇപ്പോൾ സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പം അത് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ചലനത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. ഈ ഭൂമിയിലെ ഓരോ മണൽത്തരികളും വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് ആലോചിക്കുന്നത്, കോമൺ ആയിട്ട് നമ്മളെല്ലാം കോമൺ ആണ്, നമ്മളെല്ലാം മനുഷ്യരാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യരിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. മീൻസ് വീട്ടിലൊരാൾക്ക് പനി വന്നാൽ അത് ആൾക്ക് പനി വന്നിട്ടുണ്ട്, എല്ലാവർക്കും അത് വൈറൽ പനിയാണ്, എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഇല്ലെന്നുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലോ അത് എൻ്റെ പേരൻസിനുണ്ട്, അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പോവുകയാണ്. നമ്മൾ മനുഷ്യരാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ വ്യത്യസ്തതയിൽ വരുമ്പോൾ ഒരാൾക്കുള്ളത് തന്നെ നമ്മളിലേക്ക് എത്തണം എന്ന് എന്താണ് വാശി നമ്മൾക്ക്? അവിടെ നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ സോൾ അപ്പൊ കണക്ട് ചെയ്യുന്നത് ആ പാരമ്പര്യത്തില് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതിൽ അതിലേക്കാണ് കണക്റ്റഡ് ആകുന്നത്. അപ്പൊ എനിക്ക് വന്നില്ലെങ്കിൽ എനിക്കൊരു സങ്കടം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയും എല്ലാവർക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണക്കാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഹൃദയത്തില് നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും എന്താണോ ചിന്തയുള്ളത് അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഇവരൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ബന്ധങ്ങളിൽ സോൾ കണക്ഷനിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ ബന്ധങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നത്? മീൻസ് ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ളതാണെങ്കിൽ, മക്കളുമായിട്ടുള്ളതാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആണ് അവരെങ്കിൽ നമുക്ക് പരാതിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പരാതി വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. അപ്പൊ അത് സോൾ കണക്ഷൻ ആണോ? ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ആള് മാറണം എന്നുള്ള വാശി പിടിക്കുമ്പോൾ അവിടെ അത് സോൾ കണക്ഷൻ അല്ല. നമുക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരാൾക്ക് വേണ്ടി അടിമപ്പെടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുന്നു, നമ്മളുടെ വോയിസിന് അവിടെ ചാൻസ് ഇല്ല എന്നുള്ള പല ചിന്തകൾ വരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സോൾ കണക്ഷൻ കട്ടാകുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഈവൻ ഇതിനൊരു ഉദാഹരണം പോലെ നമ്മളൊരു കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പേ നമ്മുടെ കാതുകളിൽ എത്തിയിട്ടുള്ള കുറെ വാക്കുകൾ ഉണ്ടാവും. അവിടുത്തെ ഉമ്മ ഇങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ആൾക്ക് ഇന്ന സ്വഭാവങ്ങൾ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ചെവിയിൽ ഉണ്ടാവുക, അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അവരെ കാണുമ്പോഴും ആ ഒരു ഫീലിൽ പോകുമ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് അവരെന്ത് കാണിച്ചു കഴിഞ്ഞാലും ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വാക്കിലേക്കായിരിക്കും ആ ഒരു കണക്ഷൻ പോവുക. അപ്പൊ നമ്മൾ ശരിക്കും ആ ഒരു സോളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ടോ? നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നവരായിരിക്കും. ആ ഉമ്മേനെ കാണുന്നത്, ഹസ്ബൻഡിനെ കാണുന്നത്, ഇതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ആളെക്കുറിച്ച് നേരത്തെ നമ്മൾ അറിഞ്ഞത് എന്താണോ ആ തലത്തിൽ നിന്നാണ് നമ്മൾ അതിനെ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നത്. പിന്നെ ആ ഒരു റിയലൈസേഷനിലേക്ക് വരണമെങ്കിൽ കുറേ നാളുകൾ നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോഴത്തേക്ക് ഏകദേശം എന്തായിട്ടുണ്ടാവും? നമ്മൾ ചിന്തിക്കേണ്ട ആ പരുവമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഡാമേജുകളായിട്ട് തീർത്താൽ തീരാത്തത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനേലും നല്ലത് നമുക്ക് എന്തായിരിക്കണം? നമ്മൾ ആ ഒരു സോളുമായിട്ട് കണക്റ്റഡ് ആകുക എന്നുള്ളതാണ്. എൻ്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ സ്വഭാവം. ആ ആൾ എങ്ങനെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ അവർ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സോൾ കണക്ഷനിലേക്ക് എത്തുക എന്നുള്ളത്. ഈവൻ എല്ലാ വീടുകളിലും മക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര താലോലിച്ച് പുന്നാരിച്ച് പാട്ടുപാടി ഉറക്കിയിട്ടുള്ളവരാണ്. അവരിലേക്കുള്ള ആ ഒരു സ്നേഹം എവിടെയാണ് കട്ടായത്? ആ സ്നേഹം എവിടെയായിരിക്കാം കട്ടായത്?
നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചെയ്യണം, അല്ലെ അവർ നടക്കണം, അവരൊരുങ്ങണം, അവർ നിൽക്കണം, അല്ലെ പഠിക്കണം, ഇന്ന ജോലി എടുക്കണം, ഇങ്ങനെയുള്ള പെണ്ണിനെ കെട്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറുക്കനെ കെട്ടാവും. ഇങ്ങനെ നമ്മൾ പല പല നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താവുന്നുണ്ട്, ആ കണക്ഷൻ പതുക്കെ കട്ടാവുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾക്ക് 9 മാസം ചുമന്നതിൻ്റെയും അവരെ വളർത്തിയതിൻ്റെയും കണക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്ത് കണക്ഷൻ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നമ്മുടെ മക്കളിലേക്കുള്ളത് സോൾ കണക്ഷൻ ആണോ എന്നൊന്ന് തിരിച്ചറിയുക. ഇന്ന് കുറെ തിരിച്ചറിവുകൾ മാത്രമാണ്, നിങ്ങളെ ചിന്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ജീവിതചര്യകളിലേക്കൊന്ന് വന്നു നോക്കും. എന്തിനോ വേണ്ടി ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു, രാത്രിയാകുമ്പോഴും ആ ഒരു നിരാശയിൽ പോയി കിടന്നുറങ്ങുന്നു. റിപ്പീറ്റഡ്ലി ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നാം എന്തിനു വേണ്ടിയിട്ടാണ് ഉണരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഉണർച്ചയിൽ നമുക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഉണർച്ചയ്ക്ക് പ്രത്യേകതയില്ലേ? ഓരോ ദിവസവും ഉണരുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ടോ? അതോ എന്നത്തെയും പോലെയാണെന്നോ? അത് നിങ്ങൾ തലേന്ന്, അല്ലെ നമ്മൾ തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് എന്തൊക്കെയാണോ നമ്മുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും മോർണിംഗിൽ എഴുന്നേറ്റ് വരുമ്പോൾ. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഉണർന്നത് എത്ര അത്ഭുതകരമായിട്ടാണ്. ഒരു നിമിഷം ആ ഒരു സോളിലേക്ക്, ആ ഒരു ദിവസത്തിന്റെ സോളിലേക്ക്, അല്ലെ ആ പുലരിയുടെ ആ ഒരു സോളിലേക്ക്, ആ മോർണിംഗ് വൈബ്രേഷനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. നമ്മൾ എത്ര ഭാഗ്യമായിട്ടാണ് നമ്മൾ ഉണർന്നെഴുന്നേറ്റത്. എത്രയോ ആൾക്കാർക്ക് ആ ഉണർച്ചയെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഉണരാനും നമ്മുടെ കൂടെ ഉള്ളവരെ എല്ലാവരെയും കാണാനും നമുക്ക് നടക്കാനും അങ്ങനെ എല്ലാം ഈ പ്രസന്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതകരമല്ലേ? അങ്ങനെ തന്നെയാണോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അത്ഭുതകരമാണെന്ന്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, എൻ്റെ ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ നോട്ട്ബുക്കും പെന്നൊക്കെ കയ്യിൽ വേണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇന്നത്തെ ദിവസം നിങ്ങളിൽ സംഭവിച്ച ചെറുതും വലുതുമായിട്ടുള്ള എന്ത് കാര്യവുമായിക്കോട്ടെ അത് അത്ഭുതകരമായ കാര്യങ്ങളാക്കി ഒന്ന് എഴുതി നോക്കൂ. ഈവൻ നിങ്ങൾക്ക് നടക്കാൻ കഴിഞ്ഞത് അത്ഭുതകരമാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് അത്ഭുതകരമാണ്. ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ ദിവസം ഭക്ഷണം നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് കഴിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും അത്ഭുതകരമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും? ജസ്റ്റ് ഒന്നൊന്ന് എഴുതി നോക്കിക്കേ. നിങ്ങളെ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു വൈബ്രേഷൻ തന്നെ മാറി വരും എന്നുള്ളതാണ്. മക്കളോട് സംസാരിച്ചത്, ലൈഫ് പാർട്ട്ണറെ ഒന്ന് ചേർത്ത് പിടിച്ചത്, അവരുടെ കൂടെ സംസാരം അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചെലവഴിക്കാൻ സാധിച്ചത്, അതിലേറെ സ്വന്തത്തിനെ ഒന്ന് അറിഞ്ഞ് ആ സ്വന്തത്തിനോട് ഒരു താങ്ക് യു പറഞ്ഞു, ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായതിനൊന്ന് താങ്ക് യു പറഞ്ഞു നോക്കിക്കേ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈവൻ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്, അൽഹംദുലില്ലാ ആരോഗ്യവുമുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് അലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വല്ലതും ആസ്വദിക്കാൻ പറ്റുമോ? ഇന്നത്തെ ലോകത്തില് എത്രയോ ആൾക്കാർക്ക് ഒരുപാട് പണമുണ്ട്, പക്ഷെ അവർക്ക് അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടാവില്ല, കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ അതിന്റെ ഒക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഏത് കാരണമായിട്ടാണോ നമ്മൾ വേദനിക്കുന്നത് ആ കാര്യവുമായിട്ടുള്ള സോൾ കണക്ഷൻ കട്ടായതുകൊണ്ടാണ്. ആ ഒരു സമ്പത്തിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമ്പത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് ക്യാഷ് കയ്യിലിരിക്കുന്നത് മാത്രമാണോ സമ്പത്ത്? അങ്ങനെയാണോ? കുറച്ച് ബാങ്ക് ബാലൻസ്, അല്ലെ കുറേ അധികം കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത്, എങ്ങോട്ട് പോകുമ്പോഴും ലാവിഷായിട്ട് ചെലവാക്കാൻ പറ്റുന്നത്, ഇത് മാത്രമാണോ സമ്പത്ത് എന്നുള്ളത്? അങ്ങനെ അല്ല, ചിന്തിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ സമ്പത്ത് എന്തൊക്കെയായിരിക്കും? നമ്മളെ ഓരോ അവയവങ്ങൾ.
എല്ലാ സമ്പത്താണല്ലേ? ഉം. ഒന്ന് ചിന്തിച്ചു അതെ. നോക്കിയേ. എല്ലാ സമ്പത്താണ്. ഇപ്പോ ഒരു ഹാർട്ട് പേഷ്യന്റിന് ആ ഹാർട്ടിന്റെ വില അറിയുന്നുണ്ട്. ഒരു കിഡ്നി പേഷ്യന്റിന് ആ കിഡ്നിയുടെ വില അറിയുന്നുണ്ട്. ഒരു കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്ക് ആ കണ്ണുകളുടെ വില അറിയുന്നുണ്ട്. അങ്ങനെ ഓരോ അവയവത്തിന്റെയും വില അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും സർവ്വസാധാരണം എനിക്കന്ന് നടക്കാൻ പറ്റി. അതിന് നമുക്ക് വലിയ പുതുമയൊന്നും ഇല്ല. രാവിലെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റി, നമുക്ക് പുതുമയൊന്നും ഇല്ല. എന്തുകൊണ്ടാണ്? അത് നമ്മൾക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതായിട്ട് നമ്മൾ സ്ഥിരീകരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഓരോ ദിവസവും ഉണരുമ്പോൾ നിങ്ങൾ ആ വൈബ്രേഷനെ ഒന്ന് അറിഞ്ഞു നോക്ക്. ആ എഴുന്നേറ്റിരിക്കാൻ പറ്റിയതിന്, കണ്ണ് തുറക്കാൻ പറ്റിയതിന്, ഒന്ന് അറിയാൻ സാധിച്ചതിന്, നേരം പുലർന്നു എന്ന് അറിയാൻ സാധിച്ചതിന്, ഒന്ന് അമേസിങ് ഫീലിംഗ് ആയിട്ടൊന്ന് ഫീല് ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കിക്കേ. അപ്പോ എത്രയധികം വില മതിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ നിമിഷത്തില് നമ്മൾ സമ്പത്തുള്ളവരല്ലേ? ആണോ? എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട് ഹൃദയത്തിൽ കൈതൊട്ടിട്ട് ഞാൻ സമ്പത്തുള്ള ആളാണ്? ആ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സെൽഫിനോട് പറയുക. ആ ഹൃദയത്തിൽ കൈവച്ച് തന്നെ പറയുക, ഞാൻ എന്നോടൊപ്പം നിന്നോടൊപ്പം തന്നെ ഉണ്ട്. നീ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പവർഫുൾ ആയിട്ട് മുൻപോട്ട് പോകുന്നത്. എൻ്റെ ചിന്തകളെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഞാൻ അതിനെ അറിയുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിലോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്ക് ഇങ്ങനെ ചിന്തിച്ച് 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 പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ചിന്തകളുടെ ആ ഒരു സോൾ ഉണ്ടല്ലോ, അതായത് നമുക്ക് ചിന്തിക്കാനായിട്ട് നൽകിയിട്ടുള്ള ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ എന്താണോ ചിന്തിച്ച് കാട് കയറി പോകുന്നത് അതിന്റെ പുറകെ നമ്മൾ പോവാണ്. അപ്പൊ എന്താണ്? നമുക്ക് വരമായി നൽകിയ ചിന്തിക്കാനുള്ള ശേഷിയെയും അതിന്റെ ആ ഒരു സോളിനെയും നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്യാതെ എന്തിന്റെയൊക്കെയോ പുറകെ പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഈവൻ ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ചിന്തിച്ചു, അതിന്റെ പുറകെ അങ്ങ് വരെ പോയി. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് അമേരിക്ക വരെ പോയിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയിട്ട് വരാം. എന്താണ്? ആ ചിന്തകൾക്ക് അത്രത്തോളം പവർ ഉണ്ട്. ആ പവർ ഉള്ള ആ ചിന്തേനെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാലോ എന്തായിരിക്കും സംഭവിക്കുക? അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആ ചിന്തകളെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാറ്റി വെച്ച് നോക്കിയേ. ജീവിതം വേദനിക്കുന്നു ഉഷാറാവല്ലോ. എന്ന് വേദനിക്കുന്നു എന്ന് തോന്നുന്ന ആ സമയം ആ ആരോഗ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു ചിന്ത ആ വേദനയെ കുറയ്ക്കുന്നത് കാണും. അതായത് യോഗേന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യോഗേന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ടഫ് ആയിട്ടുള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ആ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിരിക്കുക, നല്ല സ്മൈല് ചെയ്യേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഹോർമോൺ ഉണ്ടല്ലോ, ആ ബുദ്ധിമുട്ടിനെ നന്നായിട്ട് കുറച്ച് തരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് ആ ഒരു സന്തോഷത്തെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. ഇത് വേറെ ആർക്കും കൊണ്ടുതരാൻ പറ്റില്ല. സ്വന്തത്തിന് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. വേറെ ആര് കൊണ്ടു തന്നാലും അവര് പോകുന്ന ആ പ്രസൻസിൽ അത് തീരും. ഇപ്പൊ ഈ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഈ ഒരു സമയത്തേക്ക് മാത്രമല്ല നിലനിൽക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. യെസ്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അതിനെ നിങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്തിട്ട് അതൊന്ന് അനുഭവിച്ച് നോക്കിക്കേ. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ വൈബ്രേഷനിലോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റും. ആ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്ര പേർക്ക് അതിന് കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ട്? അതോ ഈ ഒരു നിമിഷം ഈ ഒരു ക്ലാസ് കഴിയുന്ന ഉടനെ തന്നെ കട്ടാക്കിയിട്ട് അടുത്തതിലേക്ക് പോവുക എന്നുള്ളതല്ല. നമുക്ക് ഏതൊരറിവും ലഭിച്ചു കഴിഞ്ഞാൽ ആ ലഭിച്ച അറിവിനെ നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ചെയ്തിട്ട് അതിന്റെ ആ ഒരു സുഖത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്രയ്ക്കും അത്ഭുതകരമാണോ ഈ ഓരോ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ അത്യാവശ്യം എന്ത് ടൂള് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഒരാളോട് പറയുക.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറഞ്ഞു കൊടുക്കുമ്പം എനിക്കും ആ അനുഭവത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളോട് വെറുതെ അതിന് നിങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ ഞാൻ ആ പറയുന്നതിന്റെ വൈബ്രേഷനിലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞാനത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ വന്ന പുതുമയുള്ള കാര്യങ്ങളൊന്ന് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്കും ആ ഒരു പുതുമ ഫീൽ ചെയ്യാണല്ലേ. ആ പുതുമയോട് കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എത്ര പേര് എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം സംഭവിച്ച പുതുമയുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു നിമിഷം വരെ? എത്ര എണ്ണം എഴുതാൻ പറ്റി? ഒരെണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ? ഒരെണ്ണം അല്ലല്ലോ, 1000 എണ്ണം എഴുതിയാൽ തീരില്ല അല്ലേ? നമ്മൾ സംസാരിച്ച ഓരോ വാക്കുകളും അത്ഭുതകരമാണ്. അതറിയണമെങ്കിൽ എന്തായിരിക്കണം? നാം പറയുന്നതെല്ലാം നമ്മളിലേക്ക് തന്നെ എത്തിപ്പെടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുമല്ലേ. ഇപ്പൊ ഞാനിവിടെ പറയുമ്പോൾ നല്ലതെല്ലാം പറയുമ്പോൾ അത് എന്നിലേക്ക് തന്നെ എത്തിപ്പെടുന്നു എന്നുള്ളത് അറിയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനർജിയാണ് പറയാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ എന്നിലേക്കാണ് ഞാൻ എത്തിപ്പെടുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അത് ഞാൻ എന്നിലേക്കാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അമേസിംഗ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനെ നമ്മളൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനിയൊന്ന് നമ്മളൊന്ന് നോക്കിയേ, നമ്മൾ ഈ ഒരു പ്യൂരിഫിക്കേഷന്റെ ഹൃദയത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളില് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പില്ലേ? നമ്മൾ മെഡിറ്റേഷനിൽ നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിൽ പോയി അതിന്റെ ഓരോ അറകളിലുമുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്, പ്യൂരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ഹൃദയം എത്ര ഭംഗിയായിട്ടാണ് മിടിക്കുന്നതെന്ന്. ആ ഓരോ മിടിപ്പിലും എന്താകുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എന്താകുന്നുണ്ട്, പ്യൂരിഫൈ ചെയ്ത് ആ നല്ല ബ്ലഡ് ഇങ്ങനെ ശരീരം മുഴുവൻ പാസ് ചെയ്യുന്നതും നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലെ സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എത്ര പേർക്ക് ഫീൽ ചെയ്തു ആ ഒരു മെഡിറ്റേഷനിൽ? ചെയ്തവരുണ്ടോ? അന്ന് മെസ്സേജ് അയച്ചു നോക്കിയേ. ആ ഹൃദയത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അതെങ്ങനെ എന്താ പറയാ, നമ്മുടെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ ശുദ്ധമായി എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളും ശുദ്ധമായി എന്നുള്ളതാണ്. ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ശുദ്ധമായി ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. അത് അതേപോലെ തന്നെയാണ് ഇതിൽ പറയുന്നുണ്ട്. എന്താ പറയാ, ഹൈന്ദവ ആചാരങ്ങളിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താണോ പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തഥാസ്തു തഥാസ്തു എന്ന് പറയുന്നുണ്ടാവും. അതായത് അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ എന്താണോ മൊഴിയുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി ആശീർവദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ചുണ്ടുകള് ആ ചുണ്ടുകൾ അനക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചുണ്ടുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ, പഴമക്കാര് പറയണ പോലെ അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ടല്ലോ, വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറയണ പോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. എന്തും വിളിച്ചു പറയാൻ പറ്റുന്നതല്ല എൻ്റെ ചുണ്ടുകൾ അല്ലെ എൻ്റെ നാവുകൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുള്ളതാണ്. അവിടെ നമ്മുടെ സോൾ പ്യൂരിഫിക്കേഷൻ തുടങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ അറിയുന്ന നിമിഷം മുതൽ ആ ഒരു പ്യൂരിഫിക്കേഷൻ എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്, ഹൃദയത്തിന്റെ ഡിസീസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ ഇവൻ ഒന്നൊന്ന് മനസ്സിലാക്കിയേ, നിങ്ങൾ ഒന്ന് ഒന്നൊരു ചിന്തയിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ. ഹെൽത്തിനെ കുറിച്ച് തന്നെ. ഓക്കെ, ഈവൻ ഹെൽത്തിനെ കുറിച്ച് വേണ്ടവർക്ക് ഹെൽത്തിനെ കുറിച്ച് എടുക്കാം, വെൽത്തിനെ കുറിച്ച് വേണ്ടവർക്ക് വെൽത്തിനെ കുറിച്ച് എടുക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ഹെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം അനുഗ്രഹമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും എത്ര പേര് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. രണ്ടാമത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്രയും പ്യുവർ ആണ്, നമ്മളുടെ സോൾ ആണെന്ന് വിചാരിക്കുന്ന ആ ഒരു ഇതിൽ പോലും നമ്മൾ അവരെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കുന്നു. ഈവൻ സമ്പത്ത് നമുക്കുണ്ട്, ആ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ സമ്പത്തിനെ കുറിച്ച് നമ്മൾ എത്രയും
നെഗറ്റീവായിട്ട് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അറിയാൻ പറ്റുന്നുണ്ടോ? നമ്മൾക്ക് പറ്റുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരേ സമയം നമ്മൾ വിശ്വസിക്കുകയും അതേ സമയം നമ്മൾ അവിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തത്. ആ വിശ്വസിക്കുന്ന കാര്യത്തെ ആ സോൾ കണക്ട് ചെയ്ത് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പരാതി ഉണ്ടാവില്ല, സംശയങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ പറ്റും. ഇതിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, പല സംഭവങ്ങളും നമ്മൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് എന്റെ അടുത്തടുത്തു നിന്നൊക്കെ പല കാര്യങ്ങൾ വരുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോവാന്ന് പറയും. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ? എന്റെ സോൾ എന്നുള്ളത് എന്റെ കൈകളിലാണ്, മറ്റുള്ളവരുടെ കൈകളിലല്ല ഏൽപ്പിച്ചിട്ടുള്ളത്. എന്റെ സോള് എന്റെ കൈകളിലാണുള്ളത്. അതിനെ എത്രത്തോളം പാകപ്പെടുത്തണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. അപ്പൊ പുറമേ നിന്ന് ഒരാൾ വന്നു കഴിയുമ്പോൾ അവരെന്തു പറയുന്നു എന്നനുസരിച്ച് ഞാൻ മാറാനുള്ളതല്ല. ഞാൻ ഞാനായിട്ടിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കണം. അപ്പോഴാണ് അവിടെ നമുക്ക് നമ്മുടെ സോളിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ കരുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കളയേണ്ടതുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മൾ എല്ലാരും എന്താ ചെയ്യുന്നത്? ഞാൻ അഫർമേഷനൊക്കെ എഴുതി ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതി സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് വേറെ ആള് വന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും, നമ്മുടെ ഒക്കെ ഇപ്പോൾ ഉള്ളൊരു വാക്കാണ്, ഞാൻ ഡൗൺ ആയിപ്പോയി. ഓക്കെ, ഞാൻ ഡൗൺ ആയിപ്പോയി, പറ്റ ഡൗൺ ആയിപ്പോയി. എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ എവിടുന്നാ ഞാൻ എനിക്ക് തുടങ്ങണ്ടേന്ന് അറിയത്തില്ല, അല്ലേ? എനിക്ക് ഞാൻ പറ്റ ഡൗൺ ആയിപ്പോയി, ഞാൻ ഇനി അത് എവിടുന്നാ തുടങ്ങണ്ടേന്ന് അറിയത്തില്ല എന്ന്. അപ്പൊ ഒന്ന് അതെ, ആലോചിച്ച് നോക്കി, ആരാണ് ആരാണ് അത് ഡൗൺ ആക്കിയതെന്നൊന്ന് അറിഞ്ഞു നോക്കിയേ. നമ്മൾ തന്നെയല്ലേ ഡൗൺ ആക്കിയത്? വേറെ ആരെങ്കിലും അത് വന്നിട്ടാണോ? അത് എവിടുന്നോ അങ്ങോട്ട് കേറിയിട്ടാണ് ആകാണ്. അതാണ് നമ്മൾ നമ്മളെ കുറിച്ച് ശരിക്കും തിരിച്ചറിയേണ്ടത്. എന്നെ നിയന്ത്രിക്കുന്നത്, നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഇതല്ലേ, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്സ്. എത്ര എത്ര പേർക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്സ്. ഞാനാണ് എൻ്റെ ചിന്തകളുടെ രാജാവ്. നമ്മൾ എപ്പോഴും എങ്ങനെ ആവുന്നത്? ആ ചിന്തകളുടെ രാജാവ് എന്ന സോളിനെ കട്ട് ചെയ്തിട്ട് ആർക്കാണ് നമ്മുടെ ചിന്തകളെ കൊടുക്കുന്നത്? മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചിന്തകളെ കൊടുത്തിട്ട് അവര് പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ എല്ലാവരുടെയും ലൈഫിൽ കൂടുതലും കാര്യങ്ങൾ നടക്കുന്നത്? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ചിന്തകളുടെ രാജാവാണെങ്കിൽ അവരല്ല. ഞാനാണ് എനിക്ക് വേണ്ടുന്ന സമാധാനവും ആരോഗ്യവും ഒക്കെ കൊടുക്കേണ്ടത് ഞാനാണ്. ഞാൻ എനിക്ക് കൊടുത്താലാണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളും ഭയങ്കര തിരക്ക് പിടിച്ചെല്ലാം ചെയ്ത് പെറുക്കി എല്ലാം നടന്നു കഴിഞ്ഞിട്ട് അവരാരും എന്നെ ഗൗനിക്കുന്നില്ല, അവരാരും എനിക്ക് അതിനുള്ള പ്രയോറിറ്റി തരുന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഇവൻ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണല്ലേ? ലൈഫ് പാർട്ട്ണറുടെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും, ജോലി ഉണ്ടാവും. ഇതൊക്കെയും ചെയ്യുമ്പോൾ നമുക്കതിന്റെ സോളാവാൻ പറ്റണമെങ്കിൽ അതിന്റെ ഒരു 10% നമ്മൾ നമ്മളിലേക്ക് അറിയണ്ടേ, തിരിയണ്ടേ? വേണോ? ജോലികളെല്ലാം തീർത്തിട്ട് ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കാം എന്ന് വിചാരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ജോലികളെല്ലാം തീർക്കുന്നതോടും വരെ നമ്മൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമുക്ക് പറയാൻ കഴിയോ? അത് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണോ, നമുക്ക് കൊടുക്കേണ്ടത് എന്താണോ അത് കൊടുക്കാൻ ഒരു മോർണിംഗ് ടൈമിൽ ഒന്ന് കുറച്ച് സമയം മാറ്റി വെച്ചാൽ ആ സോൾ എപ്പോഴും കൂടെ ഉണ്ടാവും. അവൾ എന്നെ പ്രയോറിറ്റി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവരെനിക്ക് പ്രയോറിറ്റി നൽകുന്നുണ്ട്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു ദിവസം മുഴുവനും നമ്മോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈവൻ എൻ്റെ പേഴ്സണൽ മെന്ററിങ്ങിൽ ഉള്ളവർക്കറിയാം, ഞാൻ അവർക്ക് മോർണിംഗിലെ ഒരു
കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കാറുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാനിവിടെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അത് മെന്ററിംഗിൽ വരുന്നവർക്ക് ടാസ്ക് ആയിട്ട് അവർക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാൻ കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പലപ്പോഴും നിങ്ങളത് കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തായില്ല, അത് കോമൺ ആയിട്ട് സാധാരണ ക്ലാസ്സിൽ കേൾക്കുന്ന പോലെ കേട്ടിട്ട് നമ്മൾ അങ്ങ് വിട്ടുപോവുക ചെയ്യുക. നമുക്ക് വേണ്ടത് എന്താണോ അതിനെ നാം അറിയുകയും അത് നമ്മളിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ഒരു അഫർമേഷൻ എപ്പോഴും പറയാറുണ്ട്. ഏർലി മോർണിംഗ് എപ്പോഴും പറയാറുള്ള ഒരു അഫർമേഷനാണ്. ദൈവികമായ ആജ്ഞ ഇന്നും എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അത് ഞാൻ വേറെ ആർക്കും അല്ല കൊടുത്തിട്ടുള്ളത്, ഞാൻ എൻ്റെ ദൈവത്തിനാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ ഞാനല്ല ഡിസൈഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ് ചെയ്യണത്. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കു വേണ്ടി പുതുമയുള്ളതും അത്ഭുതകരവുമാകുന്നു. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്താണ്? ഓരോ ദിവസവും നമുക്ക് പുതുമയുള്ളതും അത്ഭുതകരവുമാകും. അതാരെ ഏൽപ്പിച്ചാല്? ആ സോളിനെ ഏൽപ്പിച്ചാല്. അത് നമ്മെ ക്രിയേറ്റ് ചെയ്തത് ആരാണോ അവനിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സോൾ കണക്ഷൻ കിട്ടുകയും നമ്മൾ ആ ഒരു പാത്തിൽ തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു അഫർമേഷൻ എന്താണ് വേണ്ടവർ എന്ത് ചെയ്യുക, റെക്കോർഡ് വീണ്ടും കേൾക്കുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ഉണ്ടാവില്ല, പക്ഷെ ബാക്കി ഈ ക്ലാസ്സിന്റെ റെക്കോർഡുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളിലൂടെ തന്നെ അതിനെ തിരഞ്ഞു പോകാനും അതിന്റെ റിസൾട്ടിനെ എത്താനും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ മുൻപോട്ട് പോയപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയതാണ്, ഇങ്ങനെ ഒരു സോൾ പ്യൂരിഫിക്കേഷൻ എന്തുകൊണ്ട് ഇതായിക്കൂടാ. അതിലേക്ക് എത്തിപ്പെടുന്നില്ല പലരും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലേക്ക് ചെയ്തു പോകുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പല ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ സോള് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏത് ക്ലാസ് വേണമെങ്കിലും കേൾക്കേ, എന്തിൽ വേണമെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കേ, പക്ഷേ അവിടെ നിങ്ങളുടെ സോൾ അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഇരിക്കുന്ന സമയം നിങ്ങളുടെ സോൾ ഈ ഒരു ക്ലാസ്സുമായിട്ട് കണക്റ്റഡ് ആണോ? ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ സോൾ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. ആ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിമിഷത്തിലല്ല എന്നുണ്ടെങ്കിൽ അത് നടക്കും, അതിന് കുറേ താമസം വരും. അതിനാണ് ഞാൻ എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ എന്നോട് മെന്ററിങ്ങിലേക്ക് വരുന്ന ഓരോരുത്തരോടും പറയണത്, നിങ്ങൾ പറയുന്ന ആ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ വോയിസിൽ നിങ്ങൾ കേട്ടുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഇത്രയും നാളും പലരും പറഞ്ഞതിനെ കേട്ട് അതിന്റെ പുറകെ പോയിരുന്നതാണ് നമ്മുടെ ബ്രെയിൻ. ഇപ്പൊ ഓൾറെഡി ആ ബ്രെയിനിൽ ഒരു നടപ്പാത പോലെ ഉണ്ടായിട്ടുണ്ട്. ആ പഴയ കാര്യങ്ങള്, ആ കിട്ടിയ പല ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ, ഇതൊക്കെ അതിനെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ റീപ്രോഗ്രാമിംഗ് അവിടെ നടന്നേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സോളിന്റെ കണക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് വെറുതെ പറഞ്ഞാൽ പോരാ, ആ വാക്കുകളുടെ ഇടയിലുള്ള അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആത്മാവിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ആ ആത്മാവിലേക്ക് നമ്മെ കൊടുക്കുമ്പോൾ നാം പ്യൂരിഫൈ ആയി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം അറിയേണ്ടത്, നാം ഏതൊരു തലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആ റെലമിൽ നിന്നുകൊണ്ട് ആ സോളിനെ കണക്ട് ചെയ്ത് അതിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ പ്യൂരിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ, സോൾ പ്യൂരിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ രോഗങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്താണ്? നെഗറ്റീവ് സ്വഭാവങ്ങളാണ്. ഇത്രയും നേരം ഞാൻ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. നെഗറ്റീവ് സ്വഭാവങ്ങൾ, ആ നെഗറ്റീവ് സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലേ. എന്തൊക്കെയായിരിക്കും? അഹങ്കാരം, അസൂയ, അത്യാഗ്രഹം, ദുരഭിമാനം, മടി എന്നു വേണ്ട
അങ്ങനെ അങ്ങോട്ടൊരു മാലപ്പടക്കം പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ നമ്മളെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പ്യൂരിഫൈ ആണ്, പ്യൂരിഫൈ ആണ്, പ്യൂരിഫൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട കാര്യമുണ്ടോ? അതിനെ എന്തിനാണോ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് തന്നെ നമ്മൾ പ്യൂരിഫിക്കേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് വികാരങ്ങൾ അല്ലെ വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സ്നേഹം എന്നുള്ള ഭാവം തോന്നുമോ? ഇച്ചിരി അഹങ്കാരമായിട്ട് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ അഹങ്കാരത്തോടു കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടോ ആരോടേലും? ഉണ്ടോ? സ്നേഹം ഉണ്ടാവില്ല, പിന്നെ സങ്കടം വരും. അഹങ്കാരത്തോടു കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടക്കി ഭരിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ കീഴിൽ നിന്നാൽ മതി എല്ലാവരും എന്നുള്ള ഒരു അഹങ്കാര ഭാവം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ചില വീടുകളിൽ ആണുങ്ങളായിരിക്കാം, ചില വീടുകളിൽ പെണ്ണുങ്ങളായിരിക്കാം. ഇത് ആര് തന്നെ ആണെങ്കിലും ആ കുടുംബത്തിലെ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. എന്തായിരിക്കും? അവരൊക്കെയും അവിടെ അടക്കി ഭരിക്കപ്പെട്ട് സ്വയം ഒന്ന് സംസാരിക്കാനുള്ള അവസ്ഥ ഇല്ലാത്ത രീതിയിലേക്ക് ആയി പോകുന്നുണ്ട്. അതേപോലെ നോക്കിയേ, അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ടാൽ പോലും നമുക്ക് കാണുമ്പോൾ അത് അസൂയായിട്ട് തോന്നാം. നമുക്കത് ആസ്വദിക്കാൻ കഴിയുമോ? ഒന്നിനെയും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളില് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മാത്രം ഒന്ന് തിരിച്ചറിയുക. അതുണ്ടെങ്കിൽ അതിനെ കൊണ്ടു നടക്കണോ എന്നും കൂടെ നിങ്ങളൊന്ന് അറിയുക. കൊണ്ട് നടക്കണോ? ഏതൊരു കാര്യവും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിയലൈസേഷനിലേക്ക് വരാൻ പറ്റുന്നതാണ്. ഏതൊരു കാര്യവും നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം അതുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അതില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ അവിടെ പ്യൂരിഫൈ ആവും. അതായത് വൈ ക്വസ്റ്റ്യൻസ്. എന്തിനാണ് ഞാൻ ഇത് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഈ നെഗറ്റീവ് ചിന്തകൾ ഞാൻ എന്തിനാ കൊണ്ടു നടക്കുന്നത്? അതിന് ഉത്തരം വന്നു. ഇത് കൊണ്ടു നടന്നുകൊണ്ട് എനിക്ക് എന്താ ഗുണമുള്ളത്? ഇത് കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് എന്താ ദോഷങ്ങളുള്ളത്? ഇതൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേണ്ടാത്തതാണെങ്കിൽ പിന്നെ അതിനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതിനെ വിട്ട് കളയുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടാത്തതിനെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചേക്കുക. എന്തിനാണെന്ന് അറിയില്ല, കൂട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കറക്റ്റ് സമയം എത്തുമ്പോഴത്തേക്ക് ഒരു ബലൂൺ പൊട്ടുന്ന പോലെ ഒരൊറ്റ പൊട്ടിത്തെറിയാണ്. അപ്പൊ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകും. ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം അണപൊട്ടി ഒഴുകും. എന്താണോ ഉള്ളത് അതിനെ നമുക്ക് പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. എന്നാൽ ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹൃദയത്തില് നമ്മുടെ സോളിൽ ഒരു പ്യൂരിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഇന്നത്തെ മെഡിറ്റേഷനിൽ പറഞ്ഞതുപോലെ ആ ഒരു പ്രകാശത്തെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിക്കേ. ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഹൃദയത്തിൽ ആ ഒരു ഗോൾഡൻ എനർജിയോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് അതിനൊന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. എന്താണ് ആ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്? ആ ഒരു പ്രകാശമല്ലേ വരുന്നത്? ആ പ്രകാശത്തിന് എന്താണ്? ആ ഒരു പ്രകാശം ആ ആ പ്രകാശം എന്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെയും പ്രകാശിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പ്രകാശത്തില് നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെയാണ് കാണുന്നതെങ്കിൽ എന്തായിരിക്കും ആ ലൈഫ് പാർട്ട്ണറിൽ ഫീൽ ചെയ്യുക? ആ പ്രകാശത്തോടു കൂടി നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് കണ്ടു നോക്കിക്കേ, എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ ഒരു നിമിഷം ഈ ഒരു സമാധാനത്തെ നിങ്ങൾ ശരിക്കും അറിഞ്ഞു. ഇപ്പോൾ ഇനി ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോടുള്ള ഒരു ദേഷ്യത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ ദേഷ്യത്തോടു കൂടി ആളെ ഒന്ന് നോക്കിക്കേ. അവിടെ എന്താ സംഭവിക്കുന്നത്? അത് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ആ സമയം നമ്മുടെ ശരീരം മുഴുവൻ ഒരു എന്താ പറയാ, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് എന്തൊക്കെയോ പിരിവിരിപ്പ് ഉണ്ടാവണം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങളും നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതിനിങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഹാപ്പി മൊമെന്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ സെൽസ് എല്ലാം ഹാപ്പി മൊമെന്റ്സിനെ ഏറ്റെടുക്കും. എന്തിനാണോ കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ സങ്കടങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഹാപ്പി മൊമെന്റ്സ് കൊടുക്കുമ്പം ആ ഒരു നിമിഷത്തേക്ക് മാത്രമേ ആ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവുള്ളൂ, വീണ്ടും അത് പഴയതുപോലെ സങ്കടത്തിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ
ആ എത്തിയതിനെ ആ ഒരു സോളിലേക്ക് കണക്ട് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്യുക. ഓരോ ഭാഗങ്ങളും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ആ ഒരു സോൾ കണക്ഷനെ കൊടുത്തിട്ട്, ഞാൻ ഇത് ചെയ്യണത് ഞാൻ പ്യൂരിഫൈ ആയിട്ടാണോ ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുക, ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അതിനെക്കുറിച്ച് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു പാത്തിലൂടെ ഒന്ന് കടന്നു വരിക. ഇത് നിങ്ങൾക്ക് ടാസ്ക് ആയിട്ടോ ഒന്നും തരുന്നതല്ല, നിങ്ങൾ നിങ്ങളെ അറിയുക എന്നുള്ളതാണ്. ഈ ഒരു അറിവിലൂടെ മാത്രമാണ് നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, നമ്മുടെ റബ്ബിലേക്ക്, അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും എന്തുണ്ടാവും, ഫലമുള്ളതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നതൊക്കെ ശരിയാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, യെസ് എല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളിലുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഡൗട്ട് അടിച്ചിട്ട് പിന്നെയും കൺഫ്യൂസ്ഡ് ആയിട്ട് ആ കിട്ടാൻ, അതായത് നമുക്കായിട്ട് വെച്ചിട്ടുള്ള പലതിനെയും നമ്മൾ തട്ടിത്തെറിപ്പിച്ച് കളയുന്നുള്ളതാണ്. അപ്പം തീരുമാനമെടുക്കുക, ഈ ഒരു നിമിഷത്തിൽ തീരുമാനമെടുക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എൻ്റെ സോൾ കണക്ഷൻ ഞാൻ നോക്കുമോ, അല്ലെങ്കിൽ ഞാൻ അതിനെ ക്ലാരിറ്റി വരുത്തുമോ, എൻ്റെ ഉള്ളിൽ വരുത്തും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുതി വെക്കാം, നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സോൾ കണക്ഷൻ ക്ലാരിറ്റി വരുത്താനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതൊന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാടൊന്നും വർക്കുകളില്ല. അതൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റാർട്ടാകുകയാണ് നമ്മുടെ ഗ്രോത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു തത്വം മനസ്സിൽ വെക്കുക. എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ മണൽത്തരികൾ പോലും വ്യത്യസ്തമാണ്. അപ്പോൾ നാം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ചിന്താഗതി എല്ലാം വ്യത്യസ്തമാണ്. ഒരിക്കലും നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത് എനിക്കും ഉണ്ടാകും എന്നുള്ള ചിന്ത വിട്ട് കളഞ്ഞിട്ട്, ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളത് എൻ്റെ ഡിവൈനിലേക്കാണ്, ആ ഒരു വ്യത്യസ്തത എന്നെ മാറ്റി നിർത്തുന്നുണ്ട് എല്ലാത്തിലും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുക, ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഒരു 2 വാക്കും കൂടി, ഇന്നത്തെ ക്ലാസ്സിന്റെ ലെവൽ അത് തീർന്നിട്ടുള്ളതാണ്. AI ഹീലിംഗ് ഹബിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പ്രവർത്തനം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ ഇതില് കുട്ടികൾക്ക്, പേരൻസിന് എന്ന് പറഞ്ഞാൽ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് പേഴ്സണൽ മെന്ററിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ EFTയും മൈൻഡ് പവറും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ പേഴ്സണൽ മെന്ററിംഗ് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ ആ റൂട്ട് കോസ് കണ്ടുപിടിച്ച് തന്നെ അവരിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഞാനിവിടെ ഇടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെ നിങ്ങൾക്കോ എന്താവശ്യത്തിനും, അതായത് എന്ത് കൺഫ്യൂഷൻസ് ആയിട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി ഉണ്ട്, ഗ്രൂപ്പ് വൈസിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ലഭിച്ച അറിവിനെ എന്നിൽ പ്രാവർത്തികമാക്കിയിട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഇന്നത്തേത് എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിലേക്ക് വരാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ അനുഭവമാണ് മറ്റൊരാൾ കേൾക്കുമ്പോൾ ഇങ്ങനെയാണ്, നല്ല ക്ലാസ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ രീതിയിലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എത്തിപ്പെടുക. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് മാത്രം ഒന്ന് മാറ്റി വെച്ചതായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ്. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ.